പായസം തരട്ടെ? ഇതുണ്ടല്ലോ നുറുക്ക് ഗോതമ്പ് പായസമാണ്. എൻ്റെ ഉമ്മച്ചിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഗതിയാണ്, പക്ഷെ ആൾ നല്ല കാര്യമായിട്ട് കുടിച്ചൊരു പായസമാണ്. നുറുക്ക് ഗോതമ്പ് 1 കപ്പ് എടുക്കാം. ഒരു 10-15 മിനിറ്റ് നന്നായി കഴുകി വൃത്തിയാക്കി കുതിർത്തി വെക്കണം. ഇനി ഇത് കുക്കറിൽ വേവിച്ചെടുക്കണം. കുക്കറിലേക്ക് ചേർത്ത് അതിന് മുകളിൽ നിൽക്കാൻ ഭാഗത്തൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് അടച്ച് വെച്ച് ഒരു 3 വിസിലടുപ്പിക്കുന്നവരെ വേവിച്ചെടുക്കാം. മുഴുവൻ പ്രഷറും പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്നു നോക്കണം. ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി പായസം ഉണ്ടാക്കുന്ന അതേ പാത്രത്തിലേക്ക് മാറ്റാം. അതല്ലെങ്കിൽ ആ കുക്കറിൽ തന്നെ ഇത് ഉണ്ടാക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ മിൽക്ക്, ഇതിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ശർക്കര പാനിയാക്കിയതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു പിഞ്ച് ഏലക്കാപ്പൊടി ചേർക്കുക, അല്ലെങ്കിൽ ഒരു 4-5 ഏലക്ക ഒന്ന് ഇടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് പാലെല്ലാം തിളച്ച് നല്ലോണം കുറുകി ഈ ഒരു കളറിൽ വരുന്ന സമയത്ത് ഇതിലേക്ക് നല്ല കുറുകിയിട്ടുള്ള 1 കപ്പ് കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ പായസം റെഡിയാണ്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ നെയ്യിൽ മൂപ്പിച്ചിടാം. താങ്ക്